ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് ചിന്തിക്കാം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു പിറന്നിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവദൂതൻ തരുന്ന സന്ദേശം ആരോടാണ്? പട്ടിണി പാവങ്ങളായ ആട്ടിടയരോട്. ധാരാളം ധനികരൊന്നും ഉണ്ട്, രാജാക്കന്മാരുണ്ട്, പക്ഷേ സന്ദേശം നൽകപ്പെടുന്നത് ദരിദ്രരോടാണ്. യേശുവിന്റെ മനോഭാവം ഇവിടെ വ്യക്തമാകുന്നു. പാപികളെ തേടി വന്ന, അവശരെ തേടി വന്ന, ദരിദ്രർക്ക് സഹായഹസ്തവുമായി എത്തിയ യേശു. ഇതാ ക്രിസ്മസ്, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, സത്വാർത്തയുടെ തിരുനാൾ ദിനം. നാം എപ്പോഴാണ് ക്രിസ്മസ് ആയി മാറുന്നത്? അനേകരുമായി നമ്മുടെ അപ്പം പങ്കുവെക്കുമ്പോൾ. അത് സമ്പത്താകാം, കഴിവാകാം, സമയമാകാം, ഒരു പുഞ്ചിരിയാകാം. നാം ക്രിസ്മസ് ഡിന്നറായി മാറുകയാണ്. അനേകർക്ക് സമാധാനം പകരുമ്പോൾ ക്രിസ്മസ് സമാധാന ആശംസയല്ലേ നാം? ഈ ക്രിസ്മസ് ജീവനുള്ളതാകട്ടെ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാൻ നമുക്ക് കഴിയും. നമ്മെ തന്നെ പരിശോധിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് നമുക്കതിന് തിരുത്തൽ പ്രചോദനം പകരുന്നതാകട്ടെ. ഏവരെയും ദൈവം സ്നേഹിക്കുന്നു. സജീവരായി അനേകർക്ക് നന്മയുടെ ഉപകരണങ്ങളായി നാം മാറ്റപ്പെടണം. അതിന് യേശു നമ്മെ ക്ഷണിക്കുന്നു. ആമേൻ.